ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു അവസ്ഥ. ഇത്ര ഏറിയയിൽ ഇവർക്ക് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല. ഒരു പാമ്പിനെ കണ്ട അടുത്ത ദിവസം അടുത്ത പാമ്പിനെ കണ്ട് പാമ്പോടെ പാമ്പാ. ഇന്നലെ മിനിഞ്ഞാന്നൊന്നും ഉറങ്ങിയിട്ടില്ല. അച്ഛന് മേശിരിപ്പണിയാ. അമ്മ വീട്ടു ജോലിക്ക് പോവാ. ഇപ്പൊ ഏത് അവസ്ഥയിലാണെന്ന് ഞങ്ങൾ രണ്ട് പിള്ളേർ മാത്രം എന്തോ ചെയ്യാനാ സാറേ. എവിടെ കുഴിച്ചാൽ ഇപ്പൊ ഇവിടെ തന്നെ കുഴിച്ചാലും ഒരു പാമ്പും കുഞ്ഞുങ്ങൾ എന്തായാലും കാണും. അതെന്തായാലും ഉറപ്പ് തന്നെ. ഇവിടെ എല്ലാം കണ്ട പാമ്പായിരുന്നു. കട്ടിലടിയിലും പാമ്പായിരുന്നു, പുതപ്പിന്റെ അടിയിലും. എന്തോ ചെയ്യണ്ടേ ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, പാമ്പും കുഞ്ഞുങ്ങളും ഒക്കെയാ. എന്തോ അവസ്ഥയാന്ന് അറിയത്തില്ല. പിന്നെ അകത്തും അതുപോലെ പാമ്പിനെ കണ്ടായിരുന്നു. അലമാരിയുടെ അടിയിലോട്ടാ പാമ്പ് കയറിപ്പോയത്. പിന്നെ അതിനെ വെട്ടവടെ കാണുന്നില്ല. പിന്നെ അനീത്തിയും അപ്പുറത്തെ അമ്മയും കൂടെ ഇവിടെ കഞ്ഞി വെക്കാനെ കൊണ്ട് വന്നപ്പോൾ ഇവിടെ ഒന്നും പാമ്പിനെ കണ്ട് അതിനെ അടിച്ച് നൊന്ത് അത് കിടക്കുക. അതിന് കടിക്കോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാ. ഇവിടെ എല്ലാം കണ്ട് ഇടിച്ച് പൊളിച്ച് വെച്ചേക്കുക. വങ്കിന്റെ അകത്ത് എല്ലാം പാമ്പും കുഞ്ഞുങ്ങളും. അതിന്റെ അകത്ത് ഈ ബേസ്മെന്റിന്റെ അകത്തുണ്ട് സംഭവം. ഈ പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് മണ്ണൊക്കെ വെച്ച് അച്ഛനും അമ്മയും അടിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ടും അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പാമ്പ് വരുക. ഇവിടെ എവിടെ കുഴിച്ചാലും പാമ്പും കുഞ്ഞുങ്ങളും മുട്ടയായിരിക്കും. ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുഴിക്കുവാണെങ്കിൽ തന്നെ അപ്പുറത്ത് വങ്കായിരിക്കും. പിന്നെ അവിടെ കുഴിക്കുവാണെങ്കിൽ അപ്പുറത്ത് വങ്ക. അങ്ങനെ വങ്കോടെ വങ്ക. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എവിടെ കുഴിച്ചാലും അങ്ങനെ പാമ്പും കുഞ്ഞുങ്ങളും. അകത്തെ മുറിയിലും കട്ടിലടിയിലും എല്ലാം അത് തന്നെ. ഭയങ്കര എലിശല്യം ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല. എലിയും പാമ്പും ഭയങ്കര ശല്യമാ. അടുക്കളയിൽ തന്നെ പാത്രം കഴിയുന്ന ഭാഗത്ത് തന്നെ അപ്പുറത്ത് തന്നെ കുഴിച്ചപ്പോ തന്നെ ഒരു വലിയ വങ്ക. അതിന്റെ അപ്പുറത്ത് കുഴിച്ചപ്പോ അടുത്ത വലിയ വങ്ക. അങ്ങനെ എന്തോ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഈ കാണുന്ന ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ. ഇന്നലെ തന്നെ കണ്ട് കല്ലിന്റെ വങ്കിന്റെ അകത്തോട്ട് ഒരു പാമ്പ് കയറിപ്പോയി ഇടിച്ചിളക്കിയിട്ട് അപ്പുറത്തും കണ്ട് അവിടെ ഇടിച്ചിളക്കിയിട്ട്. ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പുറത്തൊന്നും ഇങ്ങനെ ഒരു ശല്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഒരു പാമ്പിനെ കണ്ട് അടുത്ത ദിവസം അടുത്ത പാമ്പിനെ കണ്ട് പാമ്പോടെ പാമ്പാ. വല്ലാത്തൊരവസ്ഥയില്ല. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇവരുടെ എല്ലാം സപ്പോർട്ടും കൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതും ധൈര്യം. ഇപ്പൊ തന്നെ ചേട്ടൻ കയറി വന്ന നോക്കിയാൽ തന്നെ കാണാം. വെട്ടുകത്തിയോ മമ്മൂട്ടിയോ വെച്ച് കിളച്ചാൽ തന്നെ വങ്കും അതിന്റെ അതൊന്നെങ്കിൽ പാമ്പും കാണും. എവിടെ കുഴിച്ചാൽ ഇപ്പൊ ഇവിടെ തന്നെ കുഴിച്ചാലും ഒരു പാമ്പും കുഞ്ഞുങ്ങൾ എന്തായാലും കാണും. അതെന്തായാലും ഉറപ്പ് തന്നെ. ഇന്നലെ മിനിഞ്ഞാന്നൊന്നും ഉറങ്ങിയിട്ടില്ല. വീടിന്റെ അവസ്ഥയെ കുറിച്ച് തന്നെ ഓർത്തിരിക്കുക. എങ്ങനെ വീട് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അവസ്ഥ തന്നെ ഇരിക്കുക. അച്ഛന് മേശിരിപ്പണിയാ. അമ്മ വീട്ടു ജോലിക്ക് പോവാ. ഇപ്പൊ ഏത് അവസ്ഥയിലാണെന്ന് എന്തായാലും എല്ലാരും കൂടി ചേർന്ന് സാർമാരും വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് ശരിയാക്കി തരണം. അതെ, ഞാൻ 10ലെ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുക. ഇനി +1 ഒന്നാമത് റിസൾട്ട് വരുന്നതിന്റെ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് വീടിന്റെ അവസ്ഥയും കൂടെ ഓർക്കുമ്പോ ഭയങ്കര വിഷമമാണ്. അതിന്റെ ഇടയിലാ പാമ്പ് കടിച്ച്. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു അവസ്ഥ. ഇത്ര ഏറിയയിൽ ഇവർക്ക് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല. അച്ഛനും വയ്യ. അച്ഛന്റെ മൂക്കിലും എന്തോ കടിച്ച്. എലിയാന്നോ എന്തോ ചെരന്തയാന്നോ അറിയത്തില്ല. എന്തോ മാന്തി. അച്ഛനും വയ്യായിരുന്നു. അച്ഛനും ആശുപത്രി പോയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താ പിറ്റേന്ന് രാത്രി ഇങ്ങനെ പാമ്പ് എലിയും കൂടെ ദേഹത്തോടെ എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നതും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ് പിന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോയി. എനിക്ക് തലകറക്കവും കാലുവേദനയൊക്കെ ആയിരുന്നു. ഇവിടെ മാത്രമെന്ന് വെച്ചാൽ കല്ലും വങ്കിന്റെ അകത്തൊക്കെ കയറി ഇരിക്കുക. ഇവിടെ ഒന്നും തേച്ചിട്ടും കെട്ടിയിട്ടൊന്നും ഇല്ല. അത് ഉറങ്ങിയിട്ടിപ്പം 2-3 ദിവസമായി. ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ തന്നെ പാമ്പ് എലിയും കൂടെ ദേഹത്ത് വീഴുന്ന ഫീല് അത് തന്നെ ഓർമ്മ വരിക. ഞങ്ങൾ 2 പിള്ളേർ മാത്രം എന്തോ ചെയ്യാനാ സാറേ. അച്ഛനും വയ്യ. അമ്മ കഷ്ടപ്പെടാൻ പോയി കിടക്കുക. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. ഇന്നലെ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോ തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ആയത്തിന് വെട്ടുകത്തി ഉള്ളതുകൊണ്ട് അതിനെ കൊല്ലാനൊന്നും പറ്റിയില്ല. അങ്ങ് എഴഞ്ഞങ്ങ് പോവായിരുന്നു. പിന്നെ വങ്കിന്റെ അകത്തോട്ട് കയറുക. പിന്നെ അവരെയും വിളിച്ച പങ്കൊക്കെ മനുഷ്യനെ കടിച്ച് മനുഷ്യൻ ചത്താലും കുഴപ്പമില്ല, പക്ഷെ അതിനെ കൊല്ലരുത്. അതാ ഇവിടുത്തെ നിയമം. ഫോറസ്റ്റുകാര് തന്നെ വന്നിട്ട് പറഞ്ഞു ഇതങ്ങ് പൊളിച്ചാളെ. അവർക്ക് അങ്ങനെ പറയാം. ഞങ്ങൾ എവിടെ പോയി കിടക്കും? വീട് വെച്ച് തരാൻ പോലും ഞങ്ങൾക്ക് ആരുമില്ല. അപ്പുറത്തവരെ ആശ്രയിച്ച ഞങ്ങൾ നിൽക്കുന്നതും എടുക്കുന്നതും. അവരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അവര് പൊളിച്ചാളാൻ പറയും. പക്ഷെ ഞങ്ങൾക്ക് ഇത് എങ്ങനെങ്കിലും കെട്ടി നല്ലൊരു വീട് വെച്ച് തരണം. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് സിറ്റൗട്ടിന് വേണ്ടി ചെയ്ത. ഇവിടെ ഒരു മുറി കെട്ടാനുണ്ട്. അത് കെട്ടിയിട്ടില്ല. അതിനു വേണ്ടി അങ്ങനെ ഇട്ടേക്കുമായിരുന്നു. പക്ഷെ ഇത്രയും നാളും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല. ഇത്രയും നാളും ഞങ്ങൾ ഇവിടെ താമസിച്ചതും കിടന്നതും. ഇപ്പൊ 2 ആഴ്ച ആവുന്നു. സന്ധ്യ ആകുമ്പോ രാത്രി ഇവിടെ അനക്കമില്ലാത്ത സമയത്താ ഇത് ഇറങ്ങുന്നത്. അനക്കമില്ലാത്ത സമയത്ത് വന്ന് നോക്കിയാൽ തന്നെ കാണാം ഇവിടെ ഒന്നെങ്കിൽ പാമ്പായിരിക്കും.
മൊത്തം പാമ്പിന്റെ ശല്യം. പാമ്പ് ഇതിനകത്ത് സംഭവം ഉണ്ട്. തള്ളയും പിള്ളേരെല്ലാം മുട്ടയിട്ട് ഇങ്ങനെ ഇരിക്കുക.